ഹായ് ഫ്രണ്ട്സ്, മൈസെൽഫ് വിബിന. വെൽക്കം ടു സ്കൂളി. സോ നമ്മൾ ഇന്ന് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് എന്നതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. CBSE ക്ലാസ് 7 നിങ്ങൾക്ക് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. സോ നമുക്ക് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിൽ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് എന്താണെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് റീപ്രൊഡക്ഷൻ? ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസസ് യങ് വൺസ് ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ഓക്കെ, ഒരു ഇൻഡിവിജ്വൽ ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു ലിവിങ് ഓർഗാനിസം, അതിൻ്റെ തന്നെ സ്പീഷീസ്. ഇപ്പൊ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം വിച്ച് ഹാവിങ് സിമിലാരിറ്റീസ്, കുറേ സിമിലാരിറ്റീസ് ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുക. അപ്പോൾ ആ സ്പീഷീസ് അതിൻ്റെ തന്നെ കുട്ടികളെ ഉണ്ടാക്കുക, അതിൻ്റെ അതേ ഗണത്തിൽപ്പെടുന്ന കുട്ടികളെ ഉണ്ടാക്കുക, അതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് പ്ലാന്റ്സിലും ആനിമൽസിലും മൈക്രോ ഓർഗാനിസത്തിലും അങ്ങനെ എല്ലാ ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക് ആണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസസ് യങ് വൺസ് ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. നിങ്ങൾ ഡെഫിനേഷൻ എഴുതുമ്പോൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് എന്താണ് റീപ്രൊഡക്ഷന്റെ ഇമ്പോർട്ടൻസ്? എന്തൊക്കെ പ്രാധാന്യതകളാണ്, എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ റീപ്രൊഡക്ഷൻ ഉള്ളത്? റീപ്രൊഡക്ഷൻ ഇസ് എസെൻഷ്യൽ ഫോർ ദ സർവൈവൽ ഓഫ് സ്പീഷീസ്. സ്പീഷീസ് സർവൈവലിന് റീപ്രൊഡക്ഷൻ ഇല്ലാത്തൊരവസ്ഥ ആലോചിച്ച് നോക്കൂ, അല്ലേ? പിന്നെ ഇപ്പോൾ ഒരു ഡോഗ് എന്ന് പറഞ്ഞ സ്പീഷീസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ എറ ഓഫ് ഡോഗ് അങ്ങ് ഡെഡായി കഴിഞ്ഞാൽ പിന്നെ ഡോഗ് ഈ ഭൂമിയിൽ ഉണ്ടാവോ? ഇല്ല. അതുപോലെയാണ് എല്ലാ സ്പീഷീസും. സോ റീപ്രൊഡക്ഷൻ ആണ്, ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ ഫോർ ദി സർവൈവൽ ഓഫ് സ്പീഷീസ് ആൻഡ് ഇറ്റ് എൻഷുവേഴ്സ് ദ കണ്ടിന്യൂറ്റി ഓഫ് ലൈഫിന്റെ ആ ഒരു കണ്ടിന്യൂറ്റി, നിലനിൽപ്പ് റീപ്രൊഡക്ഷനിലാണ് ഉള്ളത്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് നോക്കും. ആൻഡ് ഓൾസോ മൂഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, ഏതൊക്കെ രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്ന് നമ്മൾ പഠിക്കും. ആൻഡ് ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണ് ഇൻ പ്ലാന്റ്സിന്റെ കേസിലാണ്. ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ് ഫോർമേഷൻ ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ തന്നെ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഈ കാണുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. എങ്ങനെയാണ് പ്ലാന്റ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നാണ്. ഓക്കെ, അതിന് മുന്നേ ഞാൻ അവിടെ ഒരു പ്ലാന്റ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ പ്ലാന്റ് കാണുമ്പോൾ പ്ലാന്റ്സിലെ പാർട്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കണം അല്ലേ. പ്ലാന്റിന് റൂട്ട് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്, ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് അല്ലെ. ഫ്ലവറും ഉണ്ട്, ഫ്രൂട്ടും ഉണ്ട്. സോ ഈ പറയുന്ന റൂട്ട്, സ്റ്റെം, ലീഫ് ഇതിനൊക്കെ എന്താ വിളിക്കുക? ഇതാണ് പ്ലാന്റിന്റെ അസെക്ഷൽ പാർട്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വിളിക്കാം? വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് വിളിക്കാം. എന്താണ്? അപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, വാട്ട് ആർ ദി വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ഓക്കെ, ഇനി ഈ കാണുന്ന ഫ്രൂട്ടും ഫ്ലവറും അപ്പൊ എന്ത് പാർട്ടാ? It is directly involved in the sexual reproduction. So it is known to be the sexual parts of the plant. ഇതിനെയാണ് sexual parts of the plant എന്ന് പറയുന്നത്. ഫ്രൂട്ടും ഫ്ലവറും സെക്ഷൽ പാർട്സ് ആണ്. ലീഫ്, സ്റ്റെം, റൂട്ട് ഇതൊക്കെ വെജിറ്റേറ്റീവ് പാർട്ടാണ്. മനസ്സിലായോ? ഇനി എന്താണ് വെജിറ്റേറ്റീവ് പാർട്സ്, എന്താണ് സെക്ഷൽ പാർട്സ്? ഡിഫൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ കമ്പാരിസൺ ചെയ്യുക? Those parts which are not directly involved in reproduction. വെജിറ്റേറ്റീവ് പാർട്സ് എന്ന് പറഞ്ഞാൽ ദോസ് പാർട്സ് വിച്ച് ആർ നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആവാത്ത പാർട്സ്. സെക്ഷൽ പാർട്സ് എന്ന് പറഞ്ഞാൽ ദോസ് പാർട്സ് വിച്ച് ആർ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ റീപ്രൊഡക്ഷൻ. ഇത് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യും റീപ്രൊഡക്ഷനിൽ. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് നമ്മൾ ഹ്യൂമൻ ബീങ്സിലും ആനിമൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. ഹ്യൂമനിൽ എന്താ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലെ. വേറെ ചില ഓർഗാനിസത്തിലൊക്കെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. നമ്മുടെ കേസിൽ അത് സെക്ഷൽ ആണ്. പ്ലാന്റ്സിൽ രണ്ടും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഇൻവോൾവ്മെന്റ് ഓഫ് സീഡ്സിന്റെ ഇൻവോൾവ്മെന്റ് ഉള്ള പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ടു ബി സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി വിത്തൗട്ട് സീഡ്സിന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല എങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടു ബി അസെക്ഷൽ റീപ്രൊഡക്ഷൻ. മനസ്സിലായോ? സീഡ്സ് ഉണ്ടെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ, സീഡ്സ് ഇല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, ഇനി പ്ലാന്റ്സിൽ എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ്
ഓസ്പ്രിങ്സ് വിത്തൗട്ട് കമ്പൈനിങ് ജനറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ നമ്മളുടെ കേസ് എടുത്ത് നോക്കൂ. ഹ്യൂമൻ ബീങ്സ്, നമ്മൾക്കൊരു ഡബിൾ പാരന്റ്, അതായത് പാരന്റ് രണ്ട് രീതിയിൽ, അച്ഛൻ അമ്മ അല്ലെ, സിംഗിൾ പാരന്റ് അല്ല നമ്മൾ അല്ലെ, നമുക്ക് 2 പാരന്റ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ എന്താണ്, ഈ പാരന്റിന്റെ ഒക്കെ ജീന് കമ്പൈൻ ചെയ്തിട്ടാണ് കുട്ടിക്ക് ഉള്ള ആ ഒരു ജീന് കിട്ടുക അല്ലെ. സോ കമ്പൈനിങ് ജനറ്റിക് മെറ്റീരിയൽ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഒരു വളരെ വലിയ സവിശേഷതയാണ് ഈ പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ കമ്പൈൻ ചെയ്യുക എന്നുള്ളത്. സോ ദാറ്റ് വി ക്യാൻ ഹാവ് വേരിയേഷൻ, നമുക്ക് വേരിയേഷൻസ് ഉണ്ടാവും അല്ലെ. അച്ഛൻ്റെ ഡിക്റ്റോ, അച്ഛനെ പോലെ തന്നെ അല്ലെങ്കിൽ അമ്മയെ പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് എല്ലാം ഒത്തൊടുങ്ങിയിട്ട് ഒരു കുട്ടി ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് എവിടെയെങ്കിലും ഉണ്ടാവും, ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ വേരിയേഷൻസ് വരും അല്ലെ. പക്ഷേ ഇൻ ദ കേസ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വി വിൽ ഗെറ്റ് ക്ലോൺസ്, നമുക്ക് ക്ലോൺസ് ആ കിട്ടുക. ആൻഡ് ഓൾസോ ഇവിടുത്തെ പ്രത്യേകത എന്താ, സിംഗിൾ പാരന്റ് ആയിരിക്കും. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏത് ഓർഗാനിസം ആയിട്ടും നിങ്ങൾ എടുത്തോ, അതില് സിംഗിൾ പാരന്റ് ആയിരിക്കും, 2 പാരന്റ് ഉണ്ടാവില്ല, സിംഗിൾ പാരന്റ് ആയിരിക്കും. ആ സിംഗിൾ പാരന്റിൽ നിന്ന് തന്നെ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവുകയാണ് ചെയ്യുക. ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ഓഫ്സ്പ്രിങ് വിത്തൗട്ട് കമ്പൈനിങ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, സോ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിൽ ഉള്ളത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ട്, ബഡ്ഡിംഗ് ഉണ്ട്, ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്, ആൻഡ് സ്പോർ ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, സോ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത എന്താണ്? ഇത് ടൈം സേവിങ് ആണ്. നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അല്ലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആൻഡ് ഓൾസോ ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വളരെ ചീപ്പാണ്, വളരെ ടൈം സേവിങ് ആണ്. ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ റെപ്ലിക്ക ഓർ ക്ലോൺ, ഒരു ക്ലോൺ അല്ലെങ്കിൽ റെപ്ലിക്ക, അതായത് ലൈക്ക് പാരന്റ് ലൈക്ക് ദ ഓഫ്സ്പ്രിങ്, ഓഫ്സ്പ്രിങ്ങിനെ പോലെ തന്നെ പാരന്റിനെ പോലെ തന്നെ ഓഫ്സ്പ്രിങ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. മനസ്സിലായോ? ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ, സ്പോർ ഫോർമേഷൻ, ബഡ്ഡിംഗ്, ഫ്രാഗ്മെന്റേഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇതിൽ സ്പോർ ഫോർമേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്പോർ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ ആണ് ബ്രെഡ് മോൾഡ്. നിങ്ങളുടെ വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങിയാൽ അല്ലെ, നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും, അതിൽ മോയ്സ്ചറൊക്കെ തട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ കാലമൊക്കെ ഇരുന്ന് കഴിഞ്ഞ് അതിൽ ഈ വെള്ളമൊക്കെ തട്ടി മോയ്സ്ചറൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് നമ്മളൊരു ലാബിൽ കൊണ്ടുപോയിട്ട് മൈക്രോസ്കോപ്പിലൂടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്പോർസ് കാണാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ദി സ്പോർസ്. അപ്പൊ ഈ സ്പോർ ഉണ്ടാവുക എങ്ങനെയാണ്? ഈ മോൾഡ് നമ്മൾ കാണാം, മോൾഡിനെ ബയോളജിക്കലി നമ്മൾ ഇതിനെ റൈസോപ്പസ് എന്നാണ് വിളിക്കുക. കാണുന്നുണ്ടോ? റൈസോപ്പസ് എന്നാണ് വിളിക്കുക. സോ ഈ സ്പോർസ് എന്ത് ചെയ്യാണ്? ഈ സ്പോർസ് ഒരു കവറിങ്ങിലാണ് ഉണ്ടാവുക. ഇതിനൊരു ഹാർഡ് പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാവും ഈ സ്പോർസിന്. ഓക്കെ, എന്നിട്ട് അതിന്റെ ഉള്ളിലാണ് ഈ സ്പോർസ് എന്താ, ഈ പറന്നു പോണ ഈ കാര്യം, ഇത് എയറിൽ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ചെയ്യാം. ഓക്കെ, ദിസ് തിങ് കാണുന്നുണ്ടോ നിങ്ങൾ? പറന്നു പോകുന്നത് ഇങ്ങനെ എയറിൽ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടാണ് ഇത് ജെർമിനേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ സ്പോറിനെ കവർ ചെയ്തിട്ട് ഈ സ്പോറിനെ കവർ ചെയ്തിട്ട് എന്തുണ്ടായിരിക്കും? കുറെ ഒരു കവറിങ് ഉണ്ടാവും, ഔട്ടർ ഹാർഡ് പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അൺഫേവറബിൾ കണ്ടീഷനിൽ, അതായത് ഏതെങ്കിലുമൊക്കെ ഫേവറബിൾ അല്ലാത്ത, ഇപ്പൊ ഹൈ ടെമ്പറേച്ചർ വരിക അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി കുറയുക, ഇതൊക്കെ വളരാൻ, ഈ മോൾഡിന് വളരാൻ സാധ്യത ഇല്ലാത്ത എൻവിറോൺമെന്റൽ കണ്ടീഷൻസ് ആണ്. സോ ഈ അൺഫേവറബിൾ കണ്ടീഷനിൽ ഈ മോൾഡ് വളരില്ല. ഓക്കെ, സോ അതെന്ത് ചെയ്യും? അത് പുറത്തേക്ക് പോവാതെ, അത് ജെർമിനേറ്റ് ചെയ്യാതെ, അത് ആ ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കും. ഇനി അതിന് ഫേവറബിൾ കണ്ടീഷൻസ് വന്നു എന്ന് വിചാരിക്കട്ടെ, അതിന് വളരാൻ പറ്റിയ ടെമ്പറേച്ചർ ഒക്കെ ആയി പുറത്ത് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും? ഈ പ്രൊട്ടക്റ്റീവ് കവറിങ് ബ്രേക്ക് ചെയ്തിട്ട്, അതിന്റെ ആ കോട്ടിങ് ബ്രേക്ക് ചെയ്തിട്ട് എയറിലേക്ക് അങ്ങോട്ട് വരും. എന്നിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യും, ജെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ മോൾഡായിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണ് ബ്രെഡ് മോൾഡ് വളരുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ആൻഡ് സെയിം വിത്ത് മോസസ് ആൻഡ് ഫേൺസ്. ഓക്കെ, ബ്രെഡ് മോൾഡ് സ്പോർ ഫോർമേഷൻ, ബ്രെഡ് മോൾഡിന്റെ ബയോളജിക്കൽ പേരാണ് റൈസോപ്പസ്. കേട്ടോ, റൈസോപ്പസ് എന്ന് കേട്ടാലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് ബ്രെഡ് മോൾഡ് തന്നെയാണ്. സോ ഈ ബ്രെഡ് മോൾഡിന്റെ പോലെ തന്നെ സ്പോർ ഫോം ചെയ്യുന്ന വേറെ ഓർഗാനിസം, പ്ലാന്റ്സ് ആണ് മോസസും ഫേൺസും. നിങ്ങൾ മഴക്കാലമൊക്കെ ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പം മഴക്കാലമാണ് അല്ലെ, പുറത്തിറങ്ങി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ കാണുന്ന ചെടിയാണ് ഫേൺസ്. ആൻഡ് മതിലിലൊക്കെ കാണുന്ന ഈ കുഞ്ഞു പച്ച കളറിലുള്ള സാധനമാണ് മോസസ്. അപ്പൊ ഇതിലും എന്തുണ്ട്? സ്പോർ ഫോർമേഷൻ ഉണ്ട്. ഓക്കെ, ഈ കാണുന്ന നിങ്ങൾ ഈ ഫേൺസിന്റെ ചെടിയുടെ താഴെ ഭാഗം എടുത്ത് നോക്കിയാൽ അതിൽ ഇങ്ങനെ കുറെ ബ്രൗൺ പാച്ചസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് കുറെ ബ്രൗൺ ഉണ്ട പോലെ കുറെ ബ്രൗൺ പാച്ചസ് കാണാൻ പറ്റും.
യു ക്യാൻ ചെക്ക്. ഓക്കെ, ഈ ബ്രൗൺ പാച്ചസിന്റെ ഉള്ളില് എന്തുണ്ടാവും? സ്പോർസ് ഉണ്ടാവും. ഈ ബ്രൗൺ പാച്ചസിനെ നമ്മൾ സോറി എന്നാണ് വിളിക്കുക. സോറി. ഈ സോറിന്റെ ഉള്ളില് ഈ പറയുന്ന സ്പോർസ് ഉണ്ടാവും. വെൻ ഈ സോറി പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ സ്പോർസ് ഫേവറബിൾ കണ്ടീഷൻസിൽ വരുമ്പം അതെന്താവും? അത് വളരാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെയാണ് ഫേൺസിലും മോസസിലും ബ്രെഡ് മോൾഡിലും സ്പോർ ഫോർമേഷൻ നടക്കുന്നത്. അതർ മോഡ് ഓഫ് അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ. നിങ്ങൾ കുളത്തിലൊക്കെ ആൽഗിനെ കണ്ടിട്ടില്ലേ മക്കളെ? പായൽ എന്ന് വിളിക്കും. കുളത്തിൽ നിറയെ പച്ച കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താ? പായലാണ്, ആൽഗയാണ്. ഓക്കെ, ആ ആൽഗയിൽ തന്നെയുള്ള ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ആൽഗയാണ് സ്പൈറോഗൈറ. സ്പൈറോഗൈറ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ ഏകദേശം ഇങ്ങനെയാണ് കാണുക, ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ കാണും. സോ ഈ സ്പൈറോഗൈറ എന്ത് ചെയ്യുന്നറിയോ? വാട്ടറിലാണ് ഇത് നിൽക്കുക. അപ്പൊ ന്യൂട്രിയൻസ് ഒക്കെ കിട്ടി ഇത് വളർന്നു കഴിയുമ്പോൾ ഇത് ബ്രേക്ക് ആവുകയും ചെയ്യും. എന്നിട്ട് ഓരോ ബ്രേക്ക് ചെയ്ത ഈ ഓരോരോ ഫ്രാഗ്മെന്റ്സ് പുതിയ ആൽഗെ, പുതിയ സ്പൈറോഗൈറ ആൽഗെ ആയിട്ട് മാറും. നോക്ക്, ഇതൊരു സ്പൈറോഗൈറ, എന്നിട്ട് ഇവിടെ ബ്രേക്ക് വരികയാണ്. ഓക്കെ, എന്നിട്ട് ഓരോ ഫ്രാഗ്മെന്റും ഓരോരോ ആൽഗെ ആയിട്ട് മാറും. അതാണ് സിംപ്ലി ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ, ഇനി ബഡ്ഡിങ്. ബഡ്ഡിങ് എവിടെയാണ് നടക്കുക? ഈസ്റ്റില്. ഈസ്റ്റ് ഒരു ഫംഗസ് ടൈപ്പ് ആണ് കേട്ടോ. ഫംഗസ് ടൈപ്പ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഈസ്റ്റ്. ഞാൻ ഇവിടെ മദർ സെൽ എന്ന് ഉദ്ദേശിച്ചത് പാരന്റിനെയാണ്. ഓക്കെ, ഏതാണോ ഓസ്പ്രിങ്സ് വരുന്ന ബോഡി അതാണ് പാരന്റ് ബോഡി എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഈ പറയുന്ന ഈസ്റ്റ് എന്ത് ചെയ്യും? വളർന്നു കഴിയുമ്പോൾ ഇതിൽ ഒരു ബഡ് ഫോം ചെയ്യും. ഓക്കെ, ഡെവലപ്ഡ് ബൈ സ്മോൾ ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ. ഓക്കെ, ഒരു ബൾബ് ലൈക്ക് പ്രൊജക്ഷൻ ഇവിടെ ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ബഡ്ഡിംഗ് എന്ന് വിളിക്കുക. ഇതിങ്ങനെ പാരന്റ് ബോഡിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടി ഇതിങ്ങനെ വളർന്നു കഴിയുമ്പോൾ ഇത് മെല്ലെ ഡിറ്റാച്ച് ആയി തുടങ്ങും. ഓക്കെ, ഇതിങ്ങനെ പൂർണ്ണമായിട്ട് പാരന്റ് ബോഡിയിൽ ഇങ്ങനെ നിൽക്കും, വളർന്നുകൊണ്ടിരിക്കും. ആൻഡ് ഇത് വളരുന്ന സമയത്ത് ഈ ബഡിൽ നിന്ന് വേറെ ബഡ്സ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ കുറെ ഡോട്ടർ ബഡ്സ് ഉണ്ടായി ഇത് മെച്ചർ ആവുമ്പോൾ പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് ഒരു ആൽഗെ, ഒരു ഈസ്റ്റ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ അതാണ് ബഡ്ഡിങ്. ഓക്കെ, ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ബഡ്ഡിങ് പറഞ്ഞു, ആൻഡ് ഫ്രാഗ്മെന്റേഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു സ്പോർ ഫോർമേഷൻ. ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്താ? നമ്മൾ ആദ്യം പറഞ്ഞു വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് ദ പ്ലാന്റ് പറഞ്ഞു അല്ലേ? വെജിറ്റേറ്റീവ് പ്ലാന്റ്സ് ഏതൊക്കെയായിരുന്നു? റൂട്ട്സ്, ലീവ്സ്, സ്റ്റെം അല്ലെ? സോ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ it is an asexual method of plant reproduction that using the vegetative parts of the plant. വെജിറ്റേറ്റീവ് പാർട്സ് ഏതാണ്? റൂട്ട്സ്, ലീവ്സ്, സ്റ്റെം. അപ്പം റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുക, ലീവ്സിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുക, സ്റ്റെമ്മിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുക. ഓക്കെ, അണ്ടർഗ്രൗണ്ട് റൂട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്ന ആൾക്കാരാണ് സ്വീറ്റ് പൊട്ടറ്റോ, ഡാലിയ ഒക്കെ. സ്വീറ്റ് പൊട്ടറ്റോയിലും ഡാലിയയിലൊക്കെ പുതിയ സ്വീറ്റ് പൊട്ടറ്റോ പ്ലാന്റും ഡാലിയ പ്ലാന്റും ഒക്കെ ഉണ്ടാകുന്നത് റൂട്ട്സിൽ നിന്നാണ്. ഓക്കെ, എക്സാമ്പിൾ ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതുക. പിന്നെ ലീവ്സിൽ നിന്നാണെങ്കിൽ ബ്രയോഫില്ലം ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, ബ്രയോഫില്ലം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രയോഫില്ലം, ഇതാണ് ബ്രയോഫില്ലം ലീവ്സ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വായിച്ചു നോക്കുക. ഈ ബ്രയോഫില്ലം ലീവ്സില് ഇതിന്റെ മാർജിനിൽ, ഇതിന്റെ എഡ്ജസിൽ കുറെ ചെടികൾ ഇങ്ങനെ ഉണ്ടാവുകയാണ്. കണ്ടോ? ലീഫും റൂട്ടും സ്റ്റെമ്മും ആയിട്ട് കുറെ ബ്രയോഫില്ലം ചെടികൾ ഉണ്ടാവും. എന്നിട്ട് ഇത് ഈ ലീഫിന്റെ കൂടെ ഇരുന്ന് മെച്ചറാവും. ഓക്കെ, നല്ല രസമാണ് അല്ലേ? മെച്ചറാവും. എന്നിട്ട് ഇത് ഈ ഒരു ലീഫിൽ നിന്ന് ഫോളോ ഓഫ് ആവുമ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് മോയ്സ്റ്റ് ആയിട്ടുള്ള, നല്ല വെള്ളമൊക്കെ ഉള്ള നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള മണ്ണിൽ വന്ന് വീഴുമ്പോൾ അവിടുന്ന് പുതിയ ബ്രയോഫില്ലം പ്ലാന്റ്സ് ആയിട്ട് വളരാൻ തുടങ്ങും. ഓക്കെ, അതാണ് ലീഫിൽ നിന്നുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി സ്റ്റെമ്മിൽ നിന്നാണെങ്കിലോ, നമുക്കറിയാം പൊട്ടറ്റോ, ജിഞ്ചർ അല്ലേ? പൊട്ടറ്റോയും ജിഞ്ചറൊക്കെ സ്റ്റെമ്മിൽ നിന്നാണ് വളരുന്നത്. നോക്ക്, പൊട്ടറ്റോന്റെ പാർട്ട് കണ്ടോ നിങ്ങൾ? ഈ പൊട്ടറ്റോയിൽ നിങ്ങൾ ഇപ്പൊ പോയി നോക്കിയാലും അടുക്കളയിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും, കുറെ ബഡ്സ് ഉണ്ടാവും. ബഡ്സ് അല്ലെങ്കിൽ ഐ ഓഫ് പൊട്ടറ്റോ അല്ലെങ്കിൽ ട്യൂബർ ഓഫ് പൊട്ടറ്റോ. ഇതിൽ നിന്നാണ് പുതിയ പൊട്ടറ്റോ പ്ലാന്റ് ഉണ്ടാവുന്നത്. ജിഞ്ചറിലാണെങ്കിൽ ബഡ്സ് ഐ എന്നല്ല പറയാ, അതിനെ റൈസോം എന്നാണ് പറയാ. ഓക്കെ, രണ്ട് പേരാണെന്നേ ഉള്ളൂ. ഓക്കെ, സ്റ്റെമ്മിൽ നിന്നാണ് വളരണത്. ഈ ട്യൂബർ എന്ന് പറഞ്ഞ പാർട്ടിൽ നിന്നാണ് പെർട്ടിക്കുലർലി പൊട്ടറ്റോ പ്ലാന്റ് വളരുക. റൈസോം എന്ന് പറഞ്ഞ സ്റ്റെമ്മിന്റെ പാർട്ടിൽ നിന്നാണ് ജിഞ്ചർ വളരുക. ഓക്കെ, ഇനി ഒണിയൻ ബൾബ്. ഈ കാണുന്ന ബൾബ് പോലത്തെ സ്ട്രക്ചർ ഇല്ലേ, നമ്മൾ ഈ എഡിബിൾ പാർട്ട് ഇല്ലേ, നമ്മളുടെ ഉള്ളി കഴിക്കുമ്പോൾ എഡിബിൾ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന
ബൾബാണ്. ഇതൊരു അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ് ഈ കാണുന്നത്. ഓക്കെ, സോ മോഡിഫൈഡ് സ്റ്റെം അല്ലെങ്കിൽ മോഡിഫൈഡ് ഷൂട്ടാണ് ഒണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം വളർന്നിട്ടാണ് പുതിയ ഒണിയൻ ഉണ്ടാവുന്നത്. ഒണിയൻ ബൾബ് എന്ന് അതിനെ വിളിക്കുക. ഒണിയൻ ബൾബ്, ഇതിൽ കുറേ ബഡ്സ് ഉണ്ട്. ഈ ബഡ്സ് വളർന്നിട്ട് പുതിയ ഉള്ളിച്ചെടികളായിട്ട്, ഒണിയൻ ചെടികളായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. സോ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ് ഒണിയൻ വളരുന്നത്. ഓക്കെ, സ്റ്റെമ്മിൽ നിന്ന് തന്നെയാണ് പൊട്ടറ്റോയും അതുപോലെ തന്നെ ജിഞ്ചറും വളരുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മളുടെ സ്ട്രോബെറി അല്ലേ, നിങ്ങൾ സ്ട്രോബെറി കഴിക്കുന്ന കുട്ടികളല്ലേ? സ്ട്രോബെറി എങ്ങനെയുണ്ടാവുക? സ്ട്രോബെറിയും സ്റ്റെമ്മിൽ നിന്നാണ് വളരുന്നത്. സ്ട്രോബെറി ഇങ്ങനെ മണ്ണിൽ വളരുമ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു തണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അതിനെയാണ് റണ്ണർ എന്ന് വിളിക്കുക. ആൻഡ് അതിന്റെ നോഡ് എന്ന് പറഞ്ഞാൽ പുതിയ ലീഫ് അറൈസ് ചെയ്യുന്ന പ്ലാന്റിന്റെ പാർട്ടിനെയാണ് നോഡ് എന്ന് വിളിക്കുക. അത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതിങ്ങനെ വളർന്ന് പുതിയ സ്ട്രോബെറി ചെടിയായിട്ട് മാറും. പിന്നെ കോംസ്, ഇതും എന്താണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണ്. നമ്മുടെ ചേമ്പ് അല്ലെ, കൊളക്കേഷ്യ അല്ലെങ്കിൽ ഗ്ലാഡിയോലസ് പ്ലാന്റ്. ഓക്കെ, ഇത് ഗ്ലാഡിയോലസ് പ്ലാന്റ് ആണ്, ഫ്ലവേഴ്സ് ആണ്. ഇതിലൊക്കെ എങ്ങനെയാണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നാണ്, അതിന്റെ പെർട്ടിക്കുലർലി വിളിക്കുന്ന പേരാണ് കോംസ്. ഇതിൽ നിന്നാണ് പുതിയ ചേമ്പ് ചെടികൾ ഉണ്ടാവുക. അപ്പൊ അണ്ടർഗ്രൗണ്ട് സ്റ്റെം, ലീഫ് ആണെങ്കിൽ ബ്രയോഫില്ലം, റൂട്ട് ആണെങ്കിൽ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ, ഡാലിയ, ഇതിൽ നിന്നൊക്കെ പുതിയ പ്ലാന്റ് ഉണ്ടാവും. അതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, ദാറ്റ്സ് ഫോർ ടുഡേ. സോ ഇന്ന് നമ്മൾ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ബൈ.